നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിലേക്ക് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രധാന ദൂതൻ ഗബ്രിയേലിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിൽ കാർഡ്സിന് സമർപ്പിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്തായിരുന്നു? ഓക്കെ, ഇന്നത്തെ എനർജിയിൽ കൂടുതലും നിങ്ങൾക്കൊരു നിരാശ എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഗ്രഹണം സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നോ ചില സന്ദർഭങ്ങളിൽ നിന്നോ ഒഴിഞ്ഞു മാറേണ്ടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി. എന്നാൽ ഇത് താൽക്കാലികമായിട്ടുള്ള എനർജിയാണ്, നിങ്ങൾക്ക് ലോങ് ടൈം നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി അല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രഹണമാണ്. ഓക്കെ, അത് പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട്. ഓക്കെ, മൈനർ ആർക്കാന കാർഡാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി. ചില സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. മാനസികമായി തകർന്നിരിക്കുന്ന എന്തോ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് അപ്പുറം കടക്കണം. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറണം. ഓക്കെ, ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. യാത്ര ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. സമാധാനമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നു. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള പ്ലാനിങ്ങിലാണ് നിങ്ങൾ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? ഓക്കെ, ഇന്ന് മുഴുവനും ഒരു വിഷമം കലർന്ന എനർജിയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ആർക്കാണ് റെസനേറ്റ് ആകുന്നതെന്ന് അറിയത്തില്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം തുടർന്ന് കാണുക, ഇല്ലെങ്കിൽ വിട്ടുകളയാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ഇമോഷണലായിട്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അതുപോലെ തന്നെ ഒരു നിരാശ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജിയാണ്, ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു പരാജയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടെ നിന്നിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളിൽ നിന്ന് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ കൊണ്ടോ നിങ്ങൾക്ക് പരാജയം നേരിട്ടിരിക്കുന്നു. നിങ്ങളെ പിറകിൽ നിന്നും അവർ നിങ്ങളെ പരാജയപ്പെടുത്തി. നിങ്ങളടുത്ത് പറയും, ഞാൻ നിങ്ങളെ മത്സരിക്കുവാനോ നിങ്ങളുടെ കാര്യത്തിനോ ഒന്നും ഞാൻ വരുന്നില്ല എന്നവർ പറയുകയും ചെയ്യും. പക്ഷേ അവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എതിരായിട്ട് അവർ ചില ചിന്തകളും പ്ലാനുകളൊക്കെ ഇറക്കി നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നതായി കാണും. ഈ ഒരു വ്യക്തി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യമേ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ എതിർക്കാനൊന്നും വരുന്നില്ല, ഞാൻ ഓക്കെ ശരി നിങ്ങളോട് യാതൊരു പ്രശ്നത്തിനും വരത്തില്ല എന്ന് പറയുകയും, അത് കേട്ടിട്ട് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും മത്സരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്ന ഒരു സമയത്ത് അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ആരൊക്കെയോ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ വാച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ എങ്കിൽ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ ചില അവരുടെ കണ്ണുകൾ നിങ്ങളുടെ പിറകെ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ എനർജിയിൽ നിന്നും, ഇന്ന് എൻ്റെ വ്യൂസ് ഫേസ് ചെയ്ത എനർജിയിൽ നിന്നും ഒരു മാറ്റം എൻ്റെ വ്യൂസിനുണ്ടാകുമോ? നിരാശയിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അബൻഡൻസ് നിങ്ങളെ തേടിയെത്തുന്നു, ഓഫർ നിങ്ങളെ തേടിയെത്തുന്നു, ബ്ലെസ്സിങ് നിങ്ങളെ തേടിയെത്തുന്നു, ഡിവൈൻ ഹാൻഡ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സെലിബ്രേഷൻ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. നിങ്ങൾക്ക് പുതിയ വഴികൾ ഓപ്പൺ ആകും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂസിലേക്ക് കടന്നു വരുന്നത്? ഓക്കെ, നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയും നേരം നിങ്ങൾക്ക് എല്ലാം വന്നിരിക്കുന്നത് ഡാർക്ക് എനർജി ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ നോക്കൂ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ ബ്ലെസ്സിങ് നോക്കൂ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ശക്തി വർദ്ധിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പം തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇവിടെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. മാനസികമായി പരാജയം ഏറ്റെടുത്തുകൊണ്ട് മനസ്സിൽ നിറച്ച് പെയിനോടുകൂടി കടന്നു പോകുന്ന അവസ്ഥയാണ്. ഇവിടെ നിങ്ങൾ അതിനെ അതിജീവിക്കുന്നു, നിങ്ങളുടെ സ്ട്രഗിളുകളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിക്കായിട്ടുള്ള ഒരു ഫീലിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിച്ച് മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ നെഗറ്റീവിനെയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം വീണ്ടും നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് മാനിഫെസ്റ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കാരണം നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകും, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്, സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു, ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നതായിട്ട്
കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്, എന്ത് മെസ്സേജാണ് നൽകുന്നത് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് നൽകുന്നത്. ഓക്കെ, നമ്മുടെ ഇടയിൽ തന്നെ പല വ്യക്തികളും നമ്മളെ ചതിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിൽ അവരൊട്ടും തന്നെ സന്തോഷമല്ല. അപ്പോൾ നമ്മളുടെ ഉയർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ അവരോട് പങ്കുവയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിജയം എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അത് അവരോട് പറയുക. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ പറയാതിരിക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ചെറിയതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബന്ധുക്കളെയും അവരെവരെയൊക്കെ നമ്മൾ അറിയിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ പെട്ടെന്ന് കുറേ അവർ കൂട്ടം കൂടിയിരുന്ന് അവർ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും സംസാരങ്ങളൊക്കെ നിങ്ങളുടെ ആ നേർക്ക് അയച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അയക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സറൗണ്ടിങ് എനർജിയിലേക്ക് അത് പ്രവേശിക്കും. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആ വാക്കുകൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും വഴി നിങ്ങളുടെ ചെവിയിൽ എത്തുകയും പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മളെ ആരും നമ്മളോട് എതിർത്ത് നിൽക്കാതെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നീ പോയി രക്ഷപ്പെടുക എന്ന് വിചാരിച്ച് നമ്മളെ ഉന്തിത്തള്ളി ഒന്നും വിടത്തൊന്നുമില്ല. നമ്മൾ ഈ പ്രതികൂല സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികളിൽ നമ്മൾ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കാം, അല്ലാത്ത പക്ഷം നമുക്ക് അവരെ ഒരു അകലത്തിൽ മാറ്റി നിർത്തുക. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരിക്കും, രഹസ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ അവരോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാഹചര്യം, ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ മോശമായിരിക്കുന്നു എന്ന് വിചാരിച്ച് ഇത് എൻഡിങ് ആയി, എനിക്ക് അവസാനമായി, ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, എന്നെ സഹായിക്കാനൊന്നും ആരും വരില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു സ്വയം പരാജയം ഏറ്റുവാങ്ങിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ സാഹചര്യം മറയും അല്ലേ. നമുക്ക് എപ്പോഴും കാറ്റാണെങ്കിൽ ആ കാറ്റ് മാത്രം വന്നുകൊണ്ടിരിക്കത്തില്ല. ഓക്കെ, കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കും, അല്ലെങ്കിൽ മഴ വന്ന് കയറുമ്പോഴത്തേക്കും നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അതിജീവിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് കൊറോണ വന്ന സമയത്തും നമ്മളതിനെ അതിജീവിച്ചു. അപ്പോൾ അതിജീവിക്കുവാനും നമുക്ക് കഴിയണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എന്ത് സിറ്റുവേഷനെയാണോ, ആരൊക്കെയാണോ നിങ്ങളെ പരാജയപ്പെടുത്തിയത്, നിങ്ങളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒക്കെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെയെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മാനസിക ബലത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒരുപാട് സഹായിക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് കണക്റ്റ് ആയവർ മാത്രം കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവർ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.